അപ്പം നമ്മൾ ഡിസ്കഷനിൽ ലാൻഡ് ചെയ്തൊരു സാധനമാണ് വിഷ്വൽ മെറ്റഫറായിട്ട് വിൻഡോസ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സെക്കൻഡ് ബാച്ചൊക്കെ ചെയ്യണ സമയത്ത് ഓൾമോസ്റ്റ് മിക്ക ഫ്രെയിമും വിൻഡോസിൻ്റെ ഒരു പ്രസൻസ്, ഇതിൻ്റെ ഒരു സ്കെയിൽ മോഡൽസ് ഉണ്ടാക്കി 1:2 പല റേഷ്യോയിൽ ഉണ്ടാക്കി. അപ്പോൾ ഈ വിൻഡോസിൽ നിന്നാണ് നമ്മൾ പലതും ഇത് ഷൂട്ട് ചെയ്തേക്കണേ. ഇപ്പൊ പ്രിയ കാണുന്നതായത് പ്രിയ കാണുന്ന മാനുവലിന്റെ വീട് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഈ ജനലിൽ ഷൂട്ട് ചെയ്യപ്പെട്ടത് നമ്മൾ കാണുന്ന കാഴ്ചയിലല്ല, അതിന്റെ ജനലിന്റെ അത് പല ഡിസ്റ്റൻസിലും നമ്മൾ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഹൈറ്റ് മാച്ച് ചെയ്ത് ചെയ്തേക്കണേ. ആദ്യത്തെ മീറ്റിങ്ങുകളിൽ ഇപ്പൊ സമീർക്ക ആദ്യത്തെ മീറ്റിംഗ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമുക്ക് നോർമൽ ത്രില്ലറിൽ നിന്ന് മാറി ചിന്തിക്കാമെന്ന്. നോർമൽ ത്രില്ലർ ട്രീറ്റ് ചെയ്യുന്നതിന് മാറി നമുക്കൊരു കുറച്ചൊരു പ്ലസൻ്റായി സ്റ്റാർട്ട് ചെയ്ത, അതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഈ ലൊക്കേഷൻ ചാലഞ്ചിങ് ഞാൻ ആദ്യം കേട്ടപ്പോൾ അതിപ്പോൾ കിട്ടൂലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ 2 ദിവസം ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ പ്രോബിലിറ്റി ഭയങ്കര കുറവ്. ആ ഒരു പോർഷൻ അത് ഇങ്ങനെ ചെയ്യാമെന്ന് ഓൺ ദ ഗോ ഒരു മിഡ് വേയിലാണ് ഡിസൈഡ് ചെയ്തത്. വേറൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഇതായിരിക്കും ഒന്നും കൂടെ ആപ്റ്റ് എന്നുള്ളൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന് നല്ല ഒരു ബെറ്റർ പേ ഓഫ് അതായിട്ട് അതുകൊണ്ട് അങ്ങനെ ട്രീറ്റ് ചെയ്തതാണ്. ശരൺ വേലായുധനാണ് ക്യൂ സ്റ്റുഡിയോയിൽ. സൂക്ഷ്മദർശിനി വിജയകരമായി പ്രദർശനം പോവാണ്. അപ്പോൾ ശരൺ ഈ മറ്റേ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന സിനിമാറ്റോഗ്രാഫർ എന്നുള്ള രീതിയിൽ പോവാണല്ലോ. അപ്പോൾ അയാം കാതലിൻ്റെ തൊട്ട് പിന്നാലെയാണ് സൂക്ഷ്മദർശിനി എത്തുന്നത്. സൂക്ഷ്മദർശിനിയുടെ കാര്യത്തിൽ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ടെക്നിക്കൽ ഏരിയകളിൽ ഒന്നാണ് അതിൻ്റെ സിനിമാറ്റോഗ്രഫി, അതിൻ്റെ വിഷ്വൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഉറപ്പായും ഒരു എക്സലൻറ്റ് സ്ക്രിപ്റ്റിനൊപ്പം എക്സലൻറ്റ് മേക്കിങ്ങിനൊപ്പം ഈ പറയുന്ന ഇതെങ്ങനെ വിഷ്വലി എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. കാരണം വെച്ചാൽ നിങ്ങളുടെ ഇനീഷ്യലി ഏറ്റവും വലിയ ടാസ്ക് ആയിരുന്നു ഈ അടുത്തടുത്തുള്ള 5 വീടുകൾ കണ്ടെത്തുക. അതിൽ തന്നെ 2 നിലയുള്ള 80s മോഡൽ മാനുവലിൻ്റെ വീട് കണ്ടെത്തുക എന്നുള്ളത്. പേഴ്സണലി ഈ പടത്തിൽ ശരണിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരുന്നു? പേഴ്സണലി ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ചാലഞ്ചിങ് ആണ്. അതിനേക്കാളും ഉപരി ഇത് എനിക്ക് ബാക്ക് ടു സ്കൂളാണ്. നമ്മുടെ സമീർക്ക, ഷൈജുക്ക, അപ്പോൾ ബാക്ക് ടു സ്കൂള് പോവുകയും ആ റെസ്പോൺസിബിലിറ്റിയും കൂടുതലാണ്. അപ്പോൾ ഇതിൽ ഹെഡ് മാഷിൻ്റെ കയ്യിൽ നിന്ന് നുള്ളുകൾ കിട്ടാണ്ട് സാധനം സേഫായി ലാൻഡ് ചെയ്യാന്നുള്ളത് ഭയങ്കര ചാലഞ്ചിങ് ആണ്. അപ്പോൾ ഞാനിത് ജോയിൻ ചെയ്യുന്ന സമയത്ത് സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് ഒരു വർക്ക് ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് വെച്ചേക്കണ സ്ക്രിപ്റ്റാണ്. അതിൽ ഈ ലൊക്കേഷൻ ചാലഞ്ചിങ് ഞാൻ ആദ്യം കേട്ടപ്പോൾ അതിപ്പോൾ കിട്ടൂലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ 2 ദിവസം ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ പ്രോബിലിറ്റി ഭയങ്കര കുറവാണ്. ഈ 4-5 വീടുകളും അതിൻ്റെ ഇടയ്ക്ക് വഴിയും ഈ പറഞ്ഞൊരു റബ്ബർ തോട്ടം, മറ്റേ 80s ബംഗ്ലാവ് മോളത്തെ തിരക്ക് കുറഞ്ഞ വീട്, ഷൂട്ടിംഗ് ഫ്രണ്ട്ലി. അപ്പോൾ ഇത് ആക്ച്വലി ഭയങ്കര ട്രിക്കി ആയിരുന്നു. അത് ഇപ്പം നമ്മളുടെ വീടാണെങ്കിൽ തന്നെ ഒരു ദിവസം 2 ദിവസമൊക്കെ മാക്സിമം, അതും റയർ കേസാണ്. നമുക്ക് 2 മാസം ഇതേ ലൊക്കേഷൻ വേണം. അതിൻ്റെ അപ്പുറം തന്നെ അവർ ഫങ്ഷണൽ താമസിക്കുന്ന വീടാണെങ്കിൽ ഒരിക്കലും പ്രാക്ടിക്കലല്ല. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ വീട് ആൾതാമസവും ഇല്ലാത്തതുമാണ് നമ്മൾ ട്രൈ ചെയ്തത്. അപ്പോൾ ഈ പ്രോബിലിറ്റി മാച്ച് ആവാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഒരുപാട് നോക്കിയിട്ടുണ്ട്, ഒരു പത്തനംതിട്ടയെ കണ്ട് ഇഷ്ടപ്പെട്ട ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓണേഴ്സിൻ്റെ മൈൻഡും മാറും. അപ്പം പക്ഷേ ഇത് അങ്ങനെ അന്വേഷിച്ച് എല്ലാവരും പല വഴിക്ക് ഇറങ്ങി ബെന്നിച്ചേട്ടൻ്റെ ഇതിലാണ് ഈ വീട്, പുള്ളി അസിസ്റ്റൻ്റാണ് ഈ വീട് കാണിച്ചു, കോലഞ്ചേരിക്കടുത്ത് പക്ക ഇത്. അവിടെ ഈ പറഞ്ഞ സ്ട്രക്ചർ ഉണ്ടായിരുന്നു, പിന്നെ അത് നമ്മൾ എൻഹാൻസ് ചെയ്യാതെ. പക്ഷെ ഭയങ്കര ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല ആൾക്കാരായിരുന്നു. വേറെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഇവൻസ് ഒന്നും ഇല്ലായിരുന്നു. മാനുവലിൻ്റെ വീട് കാണിച്ച ആൾ എബ്രോഡുമായിരുന്നു. പിന്നെ അവരെ കൺവിൻസ് ചെയ്തെടുത്ത് അത് അവിടെ നമുക്ക് വേണ്ട സ്ക്രിപ്റ്റിന് വേണ്ടതായ കാര്യങ്ങൾ ബാലൻസ് ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ തന്നെ ഈ സ്ക്രിപ്റ്റിൽ ഇപ്പോൾ നമ്മൾ ഇത് പ്രിയ കണ്ടു, മാനുവൽ കണ്ടു എന്ന് പറയുന്ന സാധനം നമുക്ക് വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നല്ല ചാലഞ്ചിങ്. അതാണ് ആക്ച്വലി അതിലേക്കാണ് ഞാൻ ചോദ്യം വരുന്നത്. കാരണം ഇത് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന വിൻഡോയിലൂടെ
സംഭവവികാസങ്ങൾ നടക്കുന്ന ഒരുപാട് സിനിമയുണ്ട്. ഈ പറയുന്ന വിൻഡോയിലൂടെ നായികയുടെയോ നായകന്റെയോ അയൽവാസിയുടെയോ ഒബ്സർവേഷൻ, ഒരു നൈബർഹുഡിലുള്ള വിൻഡോസ് ത്രൂ വ്യൂ എന്നുള്ള രീതിയിൽ ഒരുപാട് സിനിമയുണ്ട്. അതിൽ തന്നെ ഇവര് തന്നെ ഹിച്ച്കോക്കിയൻ ഹോമേജ് എന്നൊക്കെ പറയാവുന്ന റിയർ വിൻഡോ അടക്കമുള്ള സിനിമകളുണ്ട്. ഇതില് ഇപ്പോ നിങ്ങൾ ത്രൂ ഔട്ട് ദ സിനിമ എന്ന് പറയുന്നത് നമ്മൾ പ്രിയദർശൻ നോക്കിയാൽ പ്രിയദർശനിയുടെ ഈ പറയുന്ന വിൻഡോയിലെ കാഴ്ച, വിൻഡോയിൽക്കകത്ത് ഒരു ക്യാരക്ടറിനെ കമ്പോസ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. അവിടെ ഒന്ന് പ്രേക്ഷകർക്ക് ഈ സീൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ മടുക്കരുത്. വീട് മാറാൻ പറ്റില്ലല്ലോ. അവര് ഹോട്ടലിൽ ഓരോ സെയിം ലൊക്കേഷൻ സെയിം വീട്ടില് 1-2 ജനലുകൾക്കകത്താണ് ഇതെല്ലാം നടക്കുന്നത്. അത് റിപ്പീറ്റേറ്റീവ് ആവരുത് എന്നുള്ളത്. എന്നാൽ ഈ മിനിമലിസ്റ്റിക് സ്പേസിൽ നിന്ന് ഫസ്റ്റ് ഹാഫിലെ ഒരു ടോണും സെക്കൻഡ് ഹാഫിലെ ഒരു ടോണും പിന്നെ ഈ പറയുന്ന ഇത്രയും ഹാപ്പനിങ്സിലേക്ക് പോകാന്നുള്ളത്, ഒന്ന് ഈ ഒരു വിൻഡോ ഒരു മെറ്റഫറായി എന്നാൽ ഒട്ടും അനാകർഷകമായിട്ടുള്ള അല്ലാതെ ചെയ്യുക എന്നുള്ളത്, അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അത് ഈ പറഞ്ഞ നമ്മുടെ ലിമിറ്റഡ് സ്പേസിൽ നിന്ന് വർക്ക്, ഈ സ്ക്രിപ്റ്റിലെ ഏറ്റവും ചാലഞ്ച് ഈ പറഞ്ഞ ലിമിറ്റഡ് സ്പേസുകൾ മാത്രമേ ഉള്ളൂ. അത് എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാമെന്ന് ഓർത്ത് നമ്മൾ ഓരോ ലെയർ ബൈ ലെയർ ഇങ്ങനെ വർക്ക് ചെയ്ത് വരും. അപ്പം നമ്മൾ ഡിസ്കഷനിൽ ലാൻഡ് ചെയ്തൊരു സാധനമാണ് വിഷ്വൽ മെറ്റഫറായിട്ട് വിൻഡോസ് യൂസ് ചെയ്യാന്ന്. ഇപ്പം നമ്മൾ സെക്കൻഡ് വാച്ചൊക്കെ ചെയ്യണ സമയത്ത് ഓൾമോസ്റ്റ് മിക്ക ഫ്രെയിമും വിൻഡോസിൻ്റെ ഒരു പ്രസൻസ് വിൻഡോ ആയിരിക്കും. അത് ഇത് പ്രിയ മാനുവൽ അല്ലെങ്കിൽ വണ്ടിയിൽ നിന്നുള്ള വ്യൂ ആയാലും, ഈവൻ ഒന്നും കിട്ടിയില്ല ബ്ലാങ്ക് സ്പേസ് ആണെങ്കിൽ 2 കമ്പ് ഉണ്ടാവും എഡ്ജിൽ. അപ്പോൾ അവൾ അങ്ങനെ വർക്ക് ചെയ്ത് വന്ന, അപ്പോൾ അതൊരു ആ ത്രൂ ഔട്ട് പ്രസൻസ് നമ്മൾ ഇതിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ത്രൂ ദ വിൻഡോ ഫീല് സബ് കോൺഷ്യസ്ലി കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്താണ് നമ്മളത്. അത് വർക്കായെങ്കിൽ അടിപൊളി. അങ്ങനെ അത് വർക്ക് ചെയ്ത് വന്നു. പിന്നെ നമുക്ക് ഇതിൽ വേറെ ചാലഞ്ച് എന്ന് പറയുന്നത് ഇവരുടെ വീടുകളുടെ ഇടയ്ക്ക് ഒരു പറമ്പാണ്. ആ പറമ്പിൽ ഇപ്പോൾ പ്രിയയുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ആ മാനുവലിൻ്റെ വീട് കാണാമായിരിക്കും. പക്ഷേ നമുക്ക് എക്സാക്ട് പോയിന്റിൽ പലയിടത്തും അത് മാസ്ക് ആയിരിക്കും. മരങ്ങളായാലും തെങ്ങും ഇതൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആർട്ട്, വിനോദമാണ് ആർട്ട്. അപ്പോൾ ആർട്ടുമായിട്ട് സംസാരിച്ച് നമ്മൾ ഇതിൻ്റെ ഒരു സ്കെയിൽ മോഡൽസ് ഉണ്ടാക്കി, 1:2 പല റേഷ്യോയിലുണ്ടാക്കി. അപ്പോൾ ഈ വിൻഡോസിൽ നിന്നാണ് നമ്മൾ പലതും ഇത് ഷൂട്ട് ചെയ്തേക്കണേ. ഇപ്പൊ പ്രിയ കാണുന്നതായത് പ്രിയ കാണുന്ന മാനുവലിന്റെ വീട് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഈ ജനൽ ഷൂട്ട് ചെയ്യപ്പെട്ടത് നമ്മൾ കാണുന്ന കാഴ്ചയിലല്ല. അതിന്റെ ജനലിന്റെ പല ഇത് അത് പല ഡിസ്റ്റൻസിലും നമ്മൾ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഹൈറ്റ് മാച്ച് ചെയ്തേക്കണേ. പക്ഷെ ഓഡിയൻസിന് കിട്ടുന്ന ഫീല് പ്രിയ കാണുന്നതായിട്ടായിരിക്കും. ഓഡിയൻസിന് ആ ഫീല് കിട്ടാൻ കൂടി അത് കുറച്ച് ട്രിക്കി ആയിരുന്നു. എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് ഭയങ്കരമാണ്, പക്ഷെ ഫ്രെയിമില് പ്രിയ കാണുമ്പോൾ മാനുവലിലേക്ക് വരും, തിരിച്ചു, അങ്ങനെ പല ഇതുണ്ട്. ആ POV ഇത്ര ഈ ഡിസ്റ്റൻസ് ഇങ്ങനെ ഈ ഫ്രെയിമിൽ കിട്ടണം എന്നുള്ളത് അത് കമ്മ്യൂണിക്കേറ്റും ചെയ്യണം. സ്ക്രിപ്റ്റിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇവിടെ നിന്ന് ഇത്ര കാണാൻ പറ്റുമോ, ഇത്രയൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അതെ, ആ ഡീറ്റെയിലിംഗ് അങ്ങനെ ഷാർപ്പായിട്ട് പോവാൻ അത് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഇപ്പൊ ഗോഡയുടെ മുകളിലായാലും വിൻഡോ, ഇപ്പൊ അവിടെയുള്ള വീടുകളുടെ ഒക്കെ വിൻഡോയുടെ ഡമ്മി ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. അപ്പോൾ അങ്ങനെ പ്ലേസ് ചെയ്യുക, ജിബിൽ വെച്ചിട്ടായാലും ആ വിൻഡോയിൽ നിന്ന് അങ്ങനെ പല വിൻഡോകളും നമ്മളുടെ ചെറിയ കുറെ തട്ടിപ്പുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അത് ക്രാക്ക് ചെയ്തത് നമ്മളത്. അത് അപ്പോൾ നൈറ്റ് ആയാലും അതിന് നമ്മൾ കോംപ്ലിമെന്റ് ചെയ്ത് ലൈറ്റപ്പ് ചെയ്ത് അങ്ങനെ ബാലൻസ് ചെയ്താണ് പോയത്. നമ്മൾ ഈ കഥയുടെ അകത്തേക്ക് വരുന്ന സമയത്ത് മാനുവലിൻ്റെതാണ് വലിയ വീടും വലിയ പറമ്പും വലിയ സ്ഥലവും. ഇപ്പോഴത്തെ പ്രിയ ഒരു വിൻഡോയിലൂടെയാണ് കാണുന്നത്. ഉറപ്പായും നമ്മൾ പിന്നെ എക്സ്റ്റീരിയറിലല്ല, മാനുവലിന്റെ വീട്ടിനകത്തേക്കുള്ള കാഴ്ചയാണ് ഇവർ കാണുന്നത്. അടക്കം ഈ വണ്ടി വരുന്നതും പോകുന്നത് ഈ വീട്ടിനകത്തുള്ള കാഴ്ചകളിലേക്കാണ് ഇവരുടെ സംശയം പോകുന്നത്. അപ്പം ഉറപ്പായും ഇവർ കാണുന്ന ഫ്രെയിം എന്ന് പറയുന്നത് അവിടുത്തെയും ജനലുകൾക്കകത്തുള്ള ഫ്രെയിം മാത്രമാണ്, ഇവിടുത്തെ ജനലിലാണ്. അപ്പൊ ഈ ആർട്ടിസ്റ്റിനെ ഇതിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ അങ്ങനെ കമ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവരുടെ എക്സ്പ്രഷൻ എന്നാണല്ലോ ഇത് വായിച്ചെടുക്കുന്നത്. അതായത് ഇപ്പം പ്രിയദർശനിയുടെ മുഖത്തെന്താണ് ഇപ്പൊ കാണുന്നത്, അവിടെ അപ്പുറത്ത് എന്താണെന്നുള്ളത്, ഈ 2 എക്സ്പ്രഷൻ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ നേരെ തടസ്സങ്ങൾ ഒഴിവായി ഇവരുടെ കണ്ണുകള്, ഇവരുടെ മുഖഭാവങ്ങള്, ഇവർ ചിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് ഇത് ഞെട്ടലാണോ ഉണ്ടാക്കുന്നത് എന്നുകൂടി കൺവേ ചെയ്യണമല്ലോ. ആ ഏരിയ എങ്ങനെയാ കവർ ചെയ്തത്? അത് ഇത് ആക്ച്വലി നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഷോട്ടിനും ക്യാമറ മൂവ്മെന്റും ഉണ്ടായിരുന്നു. അതെ. അപ്പൊ ആർട്ടിസ്റ്റ് നിൽക്കുമ്പോൾ നോർമലി ഒരു അഴിയുടെ ബാക്കിൽ നിൽക്കുമ്പോൾ തന്നെ കണ്ണ് മാസ്ക് ആവാനുള്ള പ്രോബിലിറ്റി ഭയങ്കര കൂടുതലാണ്. പക്ഷേ ഇവിടെ ഇപ്പൊ നച്ചു ആയാലും മാസ്ക് ആവും, ഇപ്പൊ നച്ചു ആയാലും ബേസിലായാലും ഒരുപാട്
ഹെൽപ്ഫുൾ എന്ന് വെച്ചാൽ അവർ ഭയങ്കര സപ്പോർട്ട് ചെയ്യും. ഇവർ പെർഫോം ചെയ്യണതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ അവർക്ക് ഷാർപ്പായിട്ട് മാർക്സ് കൊടുക്കണം. ഇപ്പം നോർമലി ഒരു മാർക്കായിരിക്കും, ഇത് നമ്മൾ ഷാർപ്പായിട്ട് 2 ഇഞ്ച് 2 ഇഞ്ച് 1 ഇഞ്ച് അങ്ങനെ പല മാർക്കുകളുണ്ട്. അപ്പോൾ ലെഫ്റ്റ് ലെഗ് ബാലൻസ്, റൈറ്റ് ലെഗ് ബാലൻസ്. അപ്പോൾ ഇവർ നമ്മൾ മൂവ് ചെയ്യണതിൻ്റെ അനുസരിച്ച് ചെറുതായിട്ട് അപ്പുറത്തേക്ക് ബാലൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോ ദാറ്റ് കണ്ണ് മാസ്ക് ആവാണ്ട് കിട്ടുകയും ചെയ്യും, ഇതും കിട്ടണം. അത് പെർഫോം ചെയ്യണം, ഇവർക്ക് പെർഫോം ചെയ്യണം. അപ്പോൾ നമ്മൾ അതെ പൈലറ്റ് ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, പക്ഷെ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് അത് ഭയങ്കര അടിപൊളിയായിട്ട് അതെ അതെ അല്ലെങ്കിൽ നമ്മൾ ഇവരെന്ത് കണ്ടു എന്നുള്ള. അപ്പൊ ഇത് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആണ്. അപ്പൊ ഇത്ര അടുത്തിരുന്നാണ് ഓൾമോസ്റ്റ് കുറെ ഷോട്ടുകളും കാണുന്നത്. അപ്പൊ അത് എങ്ങനെ നമുക്ക് ഓപ്ഷൻ കുറവ്, അത് ക്രാക്ക് ചെയ്തേ പറ്റുള്ളായിരുന്നു. അതാണ് പിന്നെ നമ്മൾ അങ്ങനെ ഒരു കോൾ എടുത്തത്. അപ്പോൾ അവര് ആ സമയത്ത് ഷോട്ടിൽ ചെറുതായിട്ട് മൂവി, നമ്മൾ അറിയില്ല ക്യാമറ മൂവ് ചെയ്യുന്നതുകൊണ്ട് അറിയില്ല, അവരത് അച്ചീവ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് വരികയാണ്. ഇപ്പൊ ഈ വീടിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ പിന്നെ സിനിമ കാണുന്ന സമയത്ത് ഈ നമുക്ക് സ്പോയിലർ അല്ലാതെ പറയാവുന്ന ഇപ്പൊ ഇനീഷ്യൽ സീൻസിൽ പെട്ടെന്ന് നെസ്രിയ വണ്ടി എടുത്ത് പോയി എന്നിട്ട് നമുക്ക് അതിന്റെ ജിയോഗ്രഫി പിടികിട്ടുന്നില്ല. തിരിച്ചു വരുന്ന ഈ പറഞ്ഞ അയൽവാസി, ഇപ്പൊ ട്രെയിലറിൽ തന്നെയുള്ള ആ സീനിലൂടെ അയൽവാസി ഉണ്ടെന്ന് വെച്ച് നമുക്ക് മാനുവലിന്റെ വീടിന്റെ ഐഡിയ കിട്ടുന്നുണ്ട്. അപ്പോഴും ഈ പറയുന്ന സുലുവിന്റെയും സ്റ്റെഫിയുടെയും ആസ്മയുടെ ഒക്കെ വീടടക്കമുള്ള അതിന്റെ ടോട്ടൽ ജിയോഗ്രഫിയെ കുറിച്ച് പിടിയേ കിട്ടുന്നില്ല. കാരണം അത് അവിടെ നമുക്ക് പിടിതരാതെയാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. സെക്കൻഡ് ഹാഫിലാണ് ഈ ഇൻസെർട്ടും ടോപ്പ് ആംഗിളും പിന്നെ കുറച്ചുകൂടി ഇവരുടെ ഈ തിരിച്ചോട്ടും സംഗതിയൊക്കെ വരുന്ന സമയത്ത് ഇതെങ്ങനെയാണ് ഈ വീടിന്റെ പരിസരം കിടക്കുന്നത്, ഇവർക്ക് എന്തൊക്കെ കാണാൻ പറ്റും, അവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെയൊക്കെ ഓടിയെത്താൻ പറ്റും, ഇവിടുന്ന് എത്രത്തോളം ആക്സസിബിൾ ആണ് എന്നൊക്കെ പിടികിട്ടുന്നത് സെക്കൻഡ് ഹാഫിലാണല്ലോ. ശരിക്കും അത് ഈ സിനിമയുടെ കാര്യത്തിൽ അതിലൊരു പസിലാണ്. പക്ഷെ ഞാൻ പറയുന്നത് അത് അത്ര സമയം വരെ കഴിഞ്ഞിട്ടാണ് ശരിക്കും ഈ പറയുന്ന ജിയോഗ്രഫി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നോ? അത് ആക്ച്വലി ഇപ്പോൾ സമീർ കെയും ജിതിനായിട്ടുള്ള ഡിസ്കഷനിൽ തന്നെ ഇതേ സാധനം വന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ലാൻഡ് ചെയ്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം കാണിക്കുന്നുണ്ട്, ആദ്യം ക്യാരക്ടർ വഴി നമ്മൾ ഈ ടെറൈനിലേക്ക് കയറുക, പയ്യെ 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 ഒരു റൈഡിന് നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്യണ പോലെ പയ്യെ പയ്യെ ഗ്രാജുവലി പോയിട്ട് പിന്നെ അങ്ങോട്ട് പോവാന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ വാട്സപ്പ് ആ കോൺവെർസേഷനിലാണ് ഒരു ഏരിയൽ ഷോട്ട് വരുന്നത് ജിയോഗ്രഫി. പിന്നീട് നമ്മൾ ആ മതിൽ പിന്നെ ഇവര് 3 പേരും പറയുന്നു, 3 പേരും ഇതിൽ ഇൻവോൾവ് ആവുന്ന സ്ഥലത്തും കുറച്ച് കൂടെ അങ്ങനെ ഇന്റൻസ് ആയി വന്ന് പിന്നെ ഒരു റൈഡിലേക്ക് ലോക്കാണ്. അതെ, നമ്മൾ ആദ്യമേ ഇത്രയും സ്വാഭാവികമായിട്ടും ഇത്തരം സിനിമകൾ തിരിച്ചാണല്ലോ. ഒരു നോൺ ത്രില്ലർ സിനിമയാണെങ്കിൽ ആദ്യം ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഈ പറയുന്ന എൻ്റെ ഗ്രാമമൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ. അതെ, അപ്പൊ ആദ്യമേ നമ്മൾ ഇത് ഫീഡ് ചെയ്താൽ ചിലപ്പോൾ ലൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സും ഒക്കെ ആയിട്ട് ഒന്ന് കണക്ട് ആയി കഴിയുമ്പോൾ ഒബിയസ്ലി ഈ സാധനങ്ങളും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ പിന്നീട് കാണിക്കുമ്പോൾ അത് പിന്നെ അവിടെ കിടന്നോളും. അങ്ങനെ ഒരു തോട്ടിലാണ് അങ്ങനെ പോയത്. അത് അറിയില്ല വർക്കായിട്ടുണ്ടാവും. ഇപ്പം ഇത് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ അതിന്റെ കളർ, അതിന്റെ ടോണാലിറ്റിയിൽ ഈ പറയുന്ന നിങ്ങൾ കുറച്ചുകൂടി അതായത് കുറച്ചുകൂടി ഒരു കളർഫുൾ എന്റർടൈനർ ഫീലിൽ പോയിട്ട് പതുക്കെ പതുക്കെ ആ കളറിന്റെ ടോൺ ഡൗൺ ചെയ്ത് കുറച്ചുകൂടി റെഡ് ടോണിലേക്ക് കയറി, അതായത് സിനിമയുടെ ഇമോഷണൽ ട്രാക്ക് എന്താണ് അതിനനുസരിച്ച് ചേഞ്ചസ് വന്ന് പിന്നെ നമുക്ക് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കുറച്ചുകൂടി ഡാർക്ക് ത്രില്ലർ സ്വഭാവത്തിലേക്ക് വരുന്നത് സെക്കൻഡ് ഹാഫ് എന്നൊക്കെ കുറേ കൂടി അങ്ങോട്ട് കയറുമ്പോഴാണ്. പക്ഷെ അതിൽ ലോജിക്കലി കൺവിൻസിങ് ആവുന്ന സമയത്ത് അവിടെ രാത്രിയാണ്, ഇതുപോലെ ഒരു ക്ലോസ്ഡ് സ്പേസ് ആണ്, അവിടെ ലൈറ്റ് ഇല്ല, അങ്ങനെ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. എന്നാൽ പോലും ഒറ്റയടിക്ക് എനിക്ക് തോന്നുന്നത് ശരൺ തന്നെ മുമ്പ് ചെയ്ത സിനിമയിൽ ഇല്ലാത്തതായിരിക്കും ഇങ്ങനെ ഈ ടോൺ ട്രാൻസിഷൻ അല്ലെ കംപ്ലീറ്റ് ട്രാൻസിഷൻ വരുന്നതേ. അതും അല്ലെ ആദ്യത്തെ മീറ്റിങ്ങുകളിൽ ഇപ്പോൾ സമീർക്ക ആദ്യത്തെ മീറ്റിംഗിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമുക്ക് നോർമൽ ത്രില്ലറിൽ നിന്ന് മാറി ചിന്തിക്കാമെന്ന്. നോർമൽ ത്രില്ലർ ട്രീറ്റ് ചെയ്യുന്നതിന് മാറി നമുക്കൊരു കുറച്ചൊരു പ്ലസൻ്റായി സ്റ്റാർട്ട് ചെയ്ത അതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പോൾ ഞാൻ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ നമ്മൾ റെഡ് ഇതിൽ ത്രൂ ഔട്ട് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെഡ് ഒരു വിഷ്വൽ ഗ്രാഫ് ഉണ്ട്, പടത്തിൻ്റെ മൂഡിനനുസരിച്ച് ഒരു ഗ്രാഫ് പോകുന്നുണ്ട്. അപ്പോൾ ഇത് പയ്യെ ആദ്യം പൂക്കളും ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വന്ന് മാനുവലിന്റെ വീട് വരുമ്പോഴത്തേക്ക് അതൊക്കെ ഭയങ്കര ഇന്റൻസ് ആവും. ജോൺ മാനുവൽ സീക്വൻസ് ഒക്കെ ഭയങ്കര ഇന്റൻസിറ്റി. ഇപ്പൊ ലെൻസിങ്ങും പുറമേയൊക്കെ നമ്മൾ കുറച്ചും കൂടെ കോമ്പാക്ട് ഒരു ഇതാ പോയെങ്കിൽ അവിടെ നിന്ന് കുറച്ചും കൂടെ ഒരു ചെറിയ കാരിക്കേച്ചർ ഫീലാണ് ജോണിനെ ട്രീറ്റ് ചെയ്ത് തന്നെ ഭയങ്കര വിയേർഡ് ആയിട്ട് കുറച്ചുകൂടി ഒരു ത്രില്ലറിൽ തന്നെയുള്ള കുറച്ച് വിയേർഡ് ആയിട്ടുള്ള ഒരാളെ പോലത്തെ. അതെ, അപ്പൊ ആ ഈ കോംബോയിലൊക്കെ മാനുവലിനെ
ജോണിനെ നമ്മൾ കുറച്ച് വിയേർഡായിട്ടാണ് ട്രീറ്റ് ചെയ്തേക്കണേ. അവരുടെ ഒരു കുറച്ചൊരു ഡിസ്ട്രോട്ടഡ് ഫീലിലാണ് അത് പോയേക്കണേ. അവരുടെ ഒരു മൈൻഡ് സെറ്റും ആ ഒരു മൊമെന്റ് നമുക്ക് ഇത് ചെയ്യാൻ നോക്കിയതാണ്. അങ്ങനെ വന്ന് ആ ഒരു ഗ്രാഫ് ഉണ്ട്, വിഷ്വൽ ഗ്രാഫ് ഉണ്ട്. ഈ റെഡ് ഒരു പീക്കിലേക്ക് പോകും, നമുക്ക് ഒരു ഹൈ കിട്ടണ വരെ അതിലേക്ക് പോയിട്ടാണ് പിന്നെ പയ്യെ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെഡ് കോസ്റ്റ്യൂംസിലായാലും മഷറായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ വിനോദ് ആർട്ട് ഡയറക്ടർ വിനോദുമായിട്ടും സംസാരിച്ച് നമ്മളൊരു റെഡിന്റെ ഒരു പ്രസൻസ് ട്രീറ്റ്മെന്റ് ഇയാൾ കെട്ടുന്ന മറ്റേ കമ്പിൽ കെട്ടുന്ന അതെ അതില് റെഡ് ഉണ്ട്. റെഡിലാണല്ലോ മറ്റേ വാർ ഓൺ അയാളുടെ ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തോർത്തായിട്ട് റെഡ് ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ ചിലപ്പോ ഒരു കുക്കർ ബാക്ക്ഗ്രൗണ്ട് റെഡ് ഉണ്ടാവും. അങ്ങനെ ബാലൻസ് ഒരു അത് നമ്മള് ടീമായിട്ട് ഡിസ്കസ് ചെയ്ത് ലാൻഡ് ചെയ്തൊരു സാധനമാണ്. അത് ത്രൂ ഔട്ട് പിടിച്ചിട്ടുണ്ട് നമ്മള്. അത് എല്ലാരും കൂടെ കളക്റ്റീവായിട്ട് അതങ്ങനെ നിന്നിട്ട് കിട്ടിയതാണ് കണ്ടിന്യൂറ്റി. അല്ലെങ്കിൽ ഭയങ്കര ചാലഞ്ചിങ് ആണ് അത്. അപ്പൊ പിന്നെ ഇപ്പം ഈ 2 വീടുകളുടെ കാര്യത്തിലും ഈ ടോൺ ചേഞ്ചസ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഉറപ്പ് അത് നമുക്കറിയാം. ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു വീട്ടിൽ വന്ന് അവര് ചെറുപ്പകാലത്ത് ഇത് ഇവരെ കുട്ടിക്കാലത്തെ കണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തെ വസ്തുക്കൾ എവിടെയുള്ളൂ, ടോയ്സ് ആണെങ്കിലും അതേപടി ഉപയോഗശൂന്യമായ ഒരു വീടാണ്. ആ ഇപ്പം ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ ടോണെ ഒരു വാം ഇതിൽ നിന്ന് അത് മാറുന്നുണ്ട്. അതൊക്കെ സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മളത് പ്രീ തന്നെ വർക്ക് ചെയ്യണ്ടായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് ഷൂട്ടിന് 1 വീക്ക് ബിഫോർ ആ എല്ലാം സെറ്റപ്പ് ചെയ്യുന്ന ടൈമിലും പ്രോപ്പറായിട്ട് ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ വരുന്ന കളേഴ്സും കാര്യങ്ങളും ഒക്കെ. അത് ഇതിൽ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർ സെറ്റ് വർക്ക് ഫ്ലോ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു പ്രോപ്പർ പാലറ്റ് പിടിച്ച് ഇത് പിന്നെയും ചാലഞ്ചാണ്. എന്നുവെച്ചാൽ നമുക്ക് റിയാലിറ്റിയിൽ നിൽക്കുകയും വേണം. ഈ നാട്ടുംപുറം ഒരു സ്മോൾ ടൗൺ ഫീലാണ്. അപ്പോൾ സെറ്റും അല്ല, മൂവബിളൊന്നുമില്ല. അപ്പോൾ ഈ കണക്ടിവിറ്റി വലിയ ഫാക്ടറാണ്. ഇതില് ഇപ്പോൾ ഭയങ്കര ഭംഗിയുള്ളൊരു പ്രോപ്പ് വെച്ചാലും ഇവിടെ മിസ്പ്ലേസ്ഡ് ആവും. അപ്പോൾ ഇവരുടെ ലൈഫുമായിട്ട് കണക്ട് ആവണം, എന്നാൽ കുറച്ച് വൈബ്രന്റ് ആയിരിക്കണം. അത് കുറച്ച് ട്രിക്കി ആയിരുന്നു. വെച്ചാൽ നമ്മൾ അങ്ങനെ ബാലൻസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റും അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതില്. എനിക്ക് തന്നെ ഞാൻ പറയുന്നത് ഇപ്പം ഈ വിൻഡോ പ്ലേസ് ചെയ്യാന്ന് പറയുന്നത്, അപ്പം ആളുകൾ ക്യാരക്ടർ ഇരിക്കുന്നിടത്തൊക്കെ എനിക്ക് ഇവരുടെ ബെഡ്റൂം പറയുമ്പോൾ എപ്പോഴും ഇപ്പം നസ്രിയയുടെ ഏത് ബാക്ക്ഡ്രോപ്പിലും ഒരു വിൻഡോയിലേക്ക് കണക്റ്റഡ് ആണെന്ന് വെച്ചാൽ നസ്രിയ വീടിനകത്തേക്ക് നോക്കുന്നതിനേക്കാൾ വീടിന് പുറത്തേക്ക് നോക്കുന്നതാണല്ലോ. അപ്പൊ അതുകൂടി ലോജിക്കലി ഏറ്റവും കണക്റ്റഡ് ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ വീട്ടിന്റെ ആർക്കിടെക്ചറെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് കൺവിൻസിങ് ആവുന്ന വിൻഡോ ഇവിടെ ഉണ്ട്, അല്ലെ വിൻഡോയിലേക്കാണ് അവർ നോക്കുക എന്നുള്ളത്. അടുക്കളയുടെ കാര്യത്തിൽ അത് കറക്റ്റ് ആണ്. അതല്ലാതെ കാരണം അപ്പുറത്ത് 2 നില വീടാണ്, ഇവരുടേത് 1 നില വീടുമാണല്ലോ. അവിടെയൊക്കെ എങ്ങനെയായിരുന്നു? അവിടെ നമ്മളുടെ റിയൽ വീട്ടില് അകത്ത് സ്പേസിന്റെ കുറെ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ നമ്മള് അകം ഈ പറഞ്ഞ വിൻഡോയുടെ പ്രസൻസും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മള് വേറൊരു വീട്ടിലാണ് ഇന്റീരിയർ ചെയ്തേക്കണം, മാനുവലിന്റെ വീട്. അപ്പൊ ഇന്റീരിയർ നമ്മൾ ആ വീടുകള് അപ്പൊ സീൻ കമ്പോസ് ചെയ്യുന്ന സമയത്ത് വിൻഡോയുടെ പ്രസൻസ് നമ്മൾ അതനുസരിച്ച് പ്ലേ അറൗണ്ട് ചെയ്യും. ഒരു കൊറിയോഗ്രാഫിയുടെ സമയത്ത് അത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ സബ്കോൺഷ്യസ്ലി ഈ സാധനം വിൻഡോ ഈ ഇത് സൂക്ഷ്മദർശിനി എല്ലാം കണക്റ്റഡ് ആണ്. അതിങ്ങനെ കിടന്നോളൂ. അതൊരു വിൻഡോ മെറ്റഫർ തന്നെയാണ്. ഇപ്പം ഈ സമീറിന്റെ ഷൈജു ബാക്ക് ടു നിങ്ങളുടെ സമീറിന്റെ സ്കൂളിലേക്കാണ് പോകുന്നത്, സമീറിനൊപ്പമാണ് ഇത് ചെയ്യുന്നത്. ഈ ശരിക്കും അവർ കൂടി ക്യൂറേറ്റ് ചെയ്തൊരു പടമാണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജിതിൻ ഇവിടെ ഇതേ സീറ്റിലിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇത് ശരണിനെ കൂടി ഈ മീറ്റിങ്ങിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നു. പിന്നെ ചമനെ ഇതിലേക്ക് കൊണ്ടുവരണം. നിങ്ങളുടെ ഒരു കളക്റ്റീവാണ് പ്രീ ഷൂട്ടിൽ തന്നെ. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ വേറെ ഏതെങ്കിലും പടത്തിന്റെ സ്ക്രിപ്റ്റ് ടൈം മുതൽ ഇത്രയും എൻഗേജ്ഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല, അത് ആക്ച്വലി അടിപൊളി വർക്ക് ഫ്ലോ ചെയ്യാം. സമീർക്കും ഷൈജയ്ക്ക് ഇവർക്ക് ഒരു കാര്യം എല്ലാവരും ഒരേ പേജിലായിരിക്കണം ഷൂട്ടിന് മുന്നേ. എന്നുവെച്ചാൽ എല്ലാവരും പലയിടത്തും പല പെർസ്പെക്റ്റീവ് ആയിരിക്കും. അതെ, അപ്പോൾ ആ ഒരു സിങ്ക്രണൈസേഷൻ ഈ ടൈമിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ജിതിൻ, ലിബിൻ, അതുൽ ഇവരുടെ വിഷനും, ഇപ്പോൾ രോഹിത്, സുബിൻ അസോസിയേറ്റ്സ് ആണ്. അപ്പോൾ ഇപ്പം എൻ്റെ ടീമിൽ നജീബ്, അച്ചു, അപ്പോൾ എല്ലാവരും കൂടെ കളക്റ്റീവായിട്ടൊരു ഡിസ്കഷനിൽ എന്ന് വെച്ചാൽ പല പെർസ്പെക്റ്റീവുകൾ വരും. അപ്പം നമ്മൾ ചിന്തിക്കാത്ത വരും. അടിപൊളി നല്ല സാധനങ്ങളൊക്കെ വരും. പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഒരു സ്ക്രിപ്റ്റ് ടു വിഷ്വലൈസേഷൻ പ്രാക്ടിക്കലാണ്. എന്നുവെച്ചാൽ ഇത് ആക്ച്വലി വിഷ്വലി ട്രിക്കിയാണ്. പ്രാക്ടിക്കൽ
ഒരിക്കലല്ലാന്ന് പക്ഷെ ട്രിക്കിയാണ്. എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഇപ്പോൾ നമ്മൾ POV എന്ന് പറയലുണ്ട്, എഴുതിയിട്ടുണ്ടാവുള്ളൂ ജസ്റ്റ്. പക്ഷെ അത് അപ്പുറത്തെ പറമ്പിന്റെ മേളിൽ വേറെ ജിബ് ഇട്ട് വിൻഡോയുടെ ഉള്ളിൽ കൂടെ ഉള്ള വ്യൂ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ കുറെ മൈന്യൂട്ട്സ് ഡീറ്റെയിലിംഗ് ഉണ്ട്. അത് മിസ്സായ ഈ ഫ്ലോയും ബ്രേക്ക് ആവും. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ ക്രാക്ക് ചെയ്യാനൊക്കെ ഈ ഡിസ്കഷൻസ് സഹായിച്ചു. അപ്പോൾ ജിതിൻ കൺസീവ് ചെയ്തൊരു ഇതുണ്ട്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുക. ആ ഒരു പ്രോസസ്സൊക്കെ ഈ സമയത്ത് നടന്നത്. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട്, നമ്മളിത് ഇവരുടെ കാഴ്ച, ഇവർ കാണുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സൂക്ഷ്മദർശിനി എന്നുള്ള കോൺസെപ്റ്റ് ലോജിക്കലി കൺവിൻസ്ഡ് ആവണമെങ്കിൽ എന്നുള്ള നിലക്കായിരിക്കാം ഇപ്പം നമ്മൾ അതിൽ ഇന്റർകട്ടിലാണ് ശരിക്കും സെക്കൻഡ് ഹാഫ് നമ്മൾ ഓരോ കാര്യങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് എനിക്കൊന്ന് അങ്ങനെ എത്രയും കൂടുതൽ ഉപയോഗിച്ചത് റീസെന്റ് ഒരു പഠനത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് നിങ്ങൾ സ്ക്രിപ്റ്റിന്റെ ഘട്ടം മുതലേ പ്ലാൻ ചെയ്തത് കൊണ്ട് കൂടി അത്രയും ആഡ് ഓൺസ് ഉണ്ടാക്കിയത് ഹെൽപ്ഫുൾ ആയിരുന്നു. ആ ഡിസ്കഷൻസ്, പ്രീ പ്രൊഡക്ഷനിലെ ഡിസ്കഷൻസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ പിന്നെ ക്യൂറേറ്ററായിട്ട് സമീർക്ക, ഷൈജുക്ക് ഇവരുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ബൗൺസ് ബാക്ക് ചെയ്യാൻ ഒരു പോയിന്റ് കൊണ്ടുകൊണ്ട് ഈ ഡിസ്കഷൻസ് എല്ലാം അതിൻ്റെ ഇൻപുട്ടാണ് ഈ നമുക്ക് ഈ പറഞ്ഞ ഇത്ര ഇൻസേർട്ടുകളും ഇതും അവിടെ വന്ന ഡിസ്കഷൻ്റെ റിഫ്ലക്ഷനാണ്. അതിലിപ്പോൾ ചമനായാലും ക്രിസ്റ്റോ സേവിയർ ആയാലും ഇവരുടെ ഇപ്പോൾ മ്യൂസിക് പെർസ്പെക്റ്റീവിലും ഈ പറഞ്ഞ എഡിറ്റേഴ്സ്, ഇപ്പോൾ ഞങ്ങൾ ട്രാൻസിഷൻസ് ഇതിൽ കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ചില ട്രാൻസിഷൻ ഇല്ലാണ്ട് പോകണമായിരിക്കും നല്ലത്. സ്പൂൺ ഫീഡ് ആവണ്ട, ആ ഒരു ഗസ് ചെയ്യണ്ട എന്നുള്ളൊരു സാധനം. അപ്പോൾ ഇതിലെ ട്രീറ്റ്മെന്റിലേക്ക് ലാൻഡ് ചെയ്യാൻ ഇതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ പല ആർട്ടിസ്റ്റ്, പല പെർസ്പെക്റ്റീവ്, പല ഇൻസേർട്ടുകളും കുറച്ച് ഇതിപ്പോൾ ഒരു ടേബിളിലെ ഭയങ്കര പസിൽ പോലെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ നല്ല ട്രിക്കി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അത് ഈ കോൺവെർസേഷൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഐഡിയ ഉണ്ടാവും, മറ്റേ ഇന്ന പോയിന്റ് ടു ഇന്ന പോയിന്റ് ആണ്. ആ ഒരു കണക്ഷൻ ഈ കോൺവെർസേഷൻ്റെ ഒരു റിഫ്ലക്ഷനാണത്. ഇപ്പോൾ ഇതിൽ വേറൊരു കാര്യമുള്ളത്, ഇപ്പം പ്രിയദർശിനി അറിയാത്ത കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ, ഇപ്പം മാനുവലിനെയാണ് പ്രിയദർശിനി ഫോളോ ചെയ്യുന്നത്. മാനുവലിനെ കുറിച്ച് പ്രേക്ഷകർ വളരെ നേരത്തെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. പ്രിയദർശിനി ഒരു കുറെ കൂടി വൈകി. ഇപ്പം സിനിമയുടെ ലെങ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു പാതി ദൂരം പിന്നിട്ടിട്ടാണല്ലോ ഇത് അറിയുന്നത്. അപ്പോൾ പ്രിയദർശിനി അത് വീണ്ടും അറിയുമ്പോഴും ഒരു റിപ്പീറ്റേറ്റീവ് ആവാതെ അത് അറിയണമെന്നുള്ളിടത്ത്, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം മാനുവലിന്റെ വരവും പോക്കും, അത് വിഷ്വലി റിപ്പീറ്റേറ്റീവ് ആയത് ഒരേ സ്ഥലത്തേക്കാണല്ലോ വരുന്നത്, ഒരേ വഴിയിൽ നിന്നാണ് വരുന്നത്, ഒറ്റ റോഡിൽ പോയി ഒരു വഴി. അപ്പൊ ഈ വരവും പോക്കും അവിടെ തന്നെ ഈ മൾട്ടിപ്പിൾ ആംഗിൾസ്, അതിന് പല വ്യൂ. ഇപ്പം ഓക്കെ 3 പേരുള്ള ഒരു CID ആക്ഷനിലാണെങ്കിൽ അത് മറ്റു സാധ്യതകളുണ്ട്. പക്ഷെ അത് പ്രിയദർശിനി തന്നെ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് അത് റിപ്പീറ്റേറ്റീവ് ആവരുത് എന്നൊക്കെ നിങ്ങൾ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. റിപ്പീറ്റേറ്റീവ് ആവാണ്ടിരിക്കാൻ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പെർസ്പെക്റ്റീവിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മോണോട്ടോണസ് ആയിട്ട് A to B ആയിട്ടിരിക്കും. അത് ആ ഒരു ഫ്ലോയിനെ കില്ല് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വരവും പോക്കുകളും പല രീതിയിലാണ് ഓരോന്നും റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സിനിമയുടെ ഒരു ഇമോഷണൽ ട്രാക്കും അതിൻ്റെ സ്ട്രക്ചറും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അതൊക്കെ ഒരു സിനിമാറ്റിക് എലവേഷൻ ഉണ്ട്. ക്ലൈമാക്സിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ശരിക്കും ഒരു എലവേഷൻ സംഭവിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ സിനിമാറ്റോഗ്രഫി എന്നുള്ള ഇതിൽ പോവുകയാണെങ്കിലും ആ പറയുന്ന ഇതിലൊരു പ്രധാനപ്പെട്ട പോർഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കുറേ കൂടി കംപ്ലീറ്റ് സ്റ്റൈലൈസ്ഡ് ആയിട്ട് എടുത്ത ഒരു സാധനമാണല്ലോ. നമ്മളൊരു റിയലിസ്റ്റിക് ടോൺ എന്നൊക്കെ മാറി ഒരു മാസീവ് ഒരു സ്വാഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാവുന്ന സാധനമാണല്ലോ. അപ്പൊ അവിടത്തേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അതും ഷൂട്ട് ചെയ്തതും ലാസ്റ്റ് ആയിട്ടല്ലേ അത് ഷൂട്ട് ചെയ്തല്ലേ? ക്ലൈമാക്സ് ആണ്. അതെ, അങ്ങനെ ഒരു ടോൺ ചേഞ്ചസിനപ്പുറത്ത് ഇങ്ങനെ ഒരു കുറച്ചുകൂടി ഒരു മാസീവ് സാധനം, അത് ഈ ആ ഒരു പോർഷൻ അത് ഇങ്ങനെ ചെയ്യാന്ന് ഓൺ ദ ഗോ ഒരു മിഡ് വേയിലാണ് ഡിസൈഡ് ചെയ്തത്. വേറൊരു ട്രീറ്റ്മെന്റ് ആയിരുന്നു. പക്ഷെ ഇതായിരിക്കും ഒന്നും കൂടെ ആപ്റ്റ് എന്നുള്ളൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന് നല്ല ഒരു ബെറ്റർ പേ ഓഫ് അതായിട്ട് അതുകൊണ്ട് അങ്ങനെ ട്രീറ്റ് ചെയ്തതാണ്. അത് പക്ഷെ കാണുന്നവർക്ക് റിവാർഡിങ് ആണ്. ഹൈ ആയത് അത് പക്ഷെ നല്ല അടിപൊളി കോളായിരുന്നു അത്. എന്താ ഇപ്പം ഒരു ബാക്ക് ടു സ്കൂൾ എലമെന്റ് ഉണ്ട് സമീറിനൊപ്പമുള്ള യാത്രയിൽ നിന്നാണ് ശരൺ വേലായുധൻ എന്ന് പറയുന്ന ഒരു DOP ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഭയങ്കര ഗംഭീര സിനിമയാണ് ഫിലിമോഗ്രഫിയിൽ ലിസ്റ്റ് ഉള്ളത്. ഇപ്പൊ സൗദി വെള്ളയ്ക്കാണെങ്കിലും പാച്ചു ആണെങ്കിലും അമ്പിളി ആണെങ്കിലും ഇപ്പം അയാം കാതലിനാണെങ്കിലും തലവനാണെങ്കിലും അങ്ങനെ ഒരു ലിസ്റ്റ് ഭയങ്കര ഏതാ വിട്ടുപോയോ?
ഇല്ല അപ്പൊ ഒരു ഗംഭീര ഇതായിട്ടുള്ളത്. അതിനിടയിൽ വിമലുമായിട്ടുള്ള കൊളാബറേഷനിൽ ലംബോർഗിനിയുടെ വർക്ക് ചെയ്യുന്നു. അങ്ങനെ രസമുള്ളൊരു ട്രാക്കിലാണ് പോകുന്നത്. ഷോട്ട് ചെയ്തു, അതിനിടയിൽ പരസ്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ കുറച്ചുകൂടി സൂപ്പർ സെലക്റ്റീവ് ആയിട്ടാണ് ശരണിന്റെ കരിയർ തന്നെ പോകുന്നത്. ഈ എന്താ സൂക്ഷ്മദർശിനിയുടെ ഒരു ടോട്ടൽ ടേക്ക് അവേ എന്താണ്? കാരണം ബാക്ക് ടു സ്കൂൾ എന്ന് പറയുന്ന പോലെ ഒരു ബാക്ക് ടു ഹോം പോലെയാണല്ലോ. ശരിക്കും ഞാൻ ഇതുവരെ എന്തൊക്കെ ചെയ്തിരുന്നോ പല കാര്യങ്ങൾ ചെയ്തിരുന്നു. ഞാൻ ഫുൾ അൺലേൺ ചെയ്ത് ഒരു ക്ലീൻ സ്ലേറ്റ് ആയിട്ടാണ് പടത്തിന് വന്നേ. നമ്മുടെ ഗുരുക്കന്മാരുടെ ഫ്രണ്ടിൽ എന്ന് വെച്ചാൽ ഞാൻ നീലാകാശത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പിന്നെ അവിടെ നിന്ന് പയ്യെ പ്രോജക്ട്സിലേക്ക് പോയി ട്രാവൽ ചെയ്ത് ബാക്ക് ടു സ്കൂള് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പടത്തിലേക്ക് വന്നത് ഒരു മൈൻഡൊക്കെ ക്ലീൻ ഞാൻ എന്തൊക്കെ പുറത്ത് അതെല്ലാം അൺലൈൻ ചെയ്തിട്ട് പുതിയ എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന് ഓർത്ത് തന്നെയാണ് വന്നത്. അപ്പോൾ ഈ കോൺവെർസേഷനിലും ഇതിലും ഞാൻ ഓൾമോസ്റ്റ് ഒരു 10-12 ഇയേഴ്സ് ബാക്ക് ആണ്. ഇപ്പോൾ സമീർക്ക് ശരൺ എന്ന് വിളിച്ചു കഴിയുമ്പോൾ ഞാൻ പെട്ടെന്ന് 2012 വിളിക്കുക. അപ്പോൾ അവിടുന്ന് ഈ പറഞ്ഞ ഇപ്പം ഞാൻ പല രീതിയിലും ഇപ്പോൾ ടെക്നിക്കലി തന്നെ പറഞ്ഞാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയ ഹെഡ് സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ പോസ്റ്റ് പിടിക്കാം, അതൊക്കെ കട്ട് ചെയ്ത് പക്ഷെ പോസ്റ്റ് നമ്മൾ ഓൺ ഷോട്ട് അത് എത്ര എന്താ പറയുക ഷാർപ്പായിട്ട്. അപ്പം നമ്മളുടെ ഷാർപ്നെസ് ആ ഒരു സാധനം കൂടുതൽ ഒന്നും കൂടെ സൗകര്യങ്ങളെക്കാളും നമുക്ക് ഇവിടെ പെർഫെക്ഷൻ നമ്മൾ ഓൺ ആ ഷോട്ട് തന്നെ അച്ചീവ് ചെയ്യാന്നുള്ള ഒരു സാധനം. അത് നമ്മൾ ഓൺ ദ ഗോ ചെറിയ മടി ഇതൊക്കെ കാരണം അങ്ങനത്തെ തട്ടിപ്പുകളൊന്നുമില്ല. എല്ലാം അത് ഭയങ്കര എക്സ്പീരിയൻസ്. ഇപ്പൊ ഉടുമ്പ്, തീയ്, അങ്ങനത്തെ ക്രോമായതേ ഉള്ളൂ. ബാക്കിയൊക്കെ റിയൽ ആ ഷോട്ടാണ്. പിന്നെ ഈ ഒരു സ്കൂളിലേക്ക് നമ്മൾ പഠിച്ചിറങ്ങിയ സ്കൂളിൽ തന്നെ തിരിച്ച് നല്ലൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് വന്ന് അത് നമുക്ക് ഭയങ്കര ഒരു ഞാൻ സത്യം പറഞ്ഞാൽ അതിൽ പ്രൗഡുമാണ്. അതേസമയം അത്ര തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്യണ സമയം തുടക്കം എന്ന് പറയുന്നത് മഴക്കാലത്തെ ഷൂട്ട് ചെയ്യണേ. അത് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു നമുക്കെന്ന് പറഞ്ഞാൽ. ഈ ഷൂട്ടിങ് ഇൻട്രവൽ നമുക്ക് ഭയങ്കര കുറവാണ്. ഇപ്പം നമ്മളിപ്പോൾ പുറത്ത് ഷൂട്ട് ചെയ്തിരിക്കുമ്പോൾ മഴ വരും. അപ്പോൾ മഴ വന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ അന്ന് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ മഴ പോകും. അങ്ങനെ വന്ന് പിന്നെ നമ്മൾ പ്ലാൻ A, B, C വെച്ചാണ് വർക്ക് ചെയ്ത് പോയത്. അപ്പോൾ മഴ വന്നാൽ നമുക്ക് ഇന്ന സീൻ ആ വീട്ടിൽ ഇന്ന സീൻ എന്ന് പറഞ്ഞാൽ അത് ലൈറ്റപ്പ് ചെയ്ത് ഇടും. അവിടെ ചിലപ്പോൾ മഴ പറ്റിച്ചിട്ട് പോകും. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരും. അങ്ങനെ ഇപ്പോൾ രോഹിത് ചാർട്ടിങ് ഒരു കലാരൂപമാണെന്ന് തോന്നിയത് ആ സമയത്ത് വെച്ചാൽ A, B, C ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് മൾട്ടിപ്പിൾ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ എല്ലാം ഒന്ന് പ്രീ പ്ലാൻഡ് ആയിട്ടാണ് വെച്ചത്. അപ്പോൾ ഈ എന്താ പറയുക ഈ മൾട്ടിപ്പിൾ ഈ ചാലഞ്ചസ് ഫേസ് ചെയ്ത് തന്നെയാണ് പോയത്. അത് പക്ഷെ ഭയങ്കര ഒരു ഓപ്പണിങ് ഫീലായി. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ചെറിയ ചെറിയ ബ്ലോഗ് എല്ലാം ഫ്രീ ആയി. എന്താ പറയുക കുറച്ചും കൂടെ എന്താണ് ഫ്രീ ഫ്ലോയിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ സൗദി ചെയ്യണ സമയത്തൊക്കെ ഞാൻ രാവിലെ സൈക്ലിങ്ങിന് ഇറങ്ങും. അപ്പോൾ രാവിലെ ഈ സ്പേസിൽ തന്നെ ഇപ്പോൾ സൗദി ആ സ്ട്രെച്ചില്ലേ. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ കമ്മ്യൂട്ടിങ് ഒബ്സർവ് ചെയ്ത പോലെ ആയിരിക്കില്ല. നമ്മൾ ഇത് മൈൻഡിൽ കാണും, എപ്പോഴും ഉണ്ടാവും. അപ്പം നമ്മൾ ചെറിയ റീൽസ് പോലെ അവിടുത്തെ സ്റ്റോറീസ് ഉണ്ടാക്കാൻ നോക്കും. അപ്പോൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്യണതനുസരിച്ച് ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്ക് നമ്മൾ ഓപ്പൺ അപ്പ് ആവും. അത് നമുക്കൊരു ഞാനപ്പോൾ സൗദിയിലൊരു മഴക്കാറിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ പിടിച്ചത് അവിടെ തന്നെ ഉള്ള സാധനം നമ്മൾ അങ്ങനെ പിക്ക് ചെയ്തതാണ്.